ഹായ്. കുറച്ചു നേരം നമ്മുടെ AC പണിമുടക്കിയതിൻ്റെ ബുദ്ധിമുട്ടാണ് ഈ കാണുന്നത്. ഞാൻ ആലോചിക്കുമായിരുന്നു 1982 ആദ്യ കാലങ്ങളിൽ നമ്മൾ ഇവിടെ ഡൽഹി വന്ന സമയത്ത് എന്തായിരുന്നു സ്ഥിതി. ഈ സമയത്ത് മെയ് ജൂണിലേക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റില്ല, ചുട്ടുപൊള്ളും. നമുക്ക് അന്ന് ഈ DTCയിലൊക്കെ കയറി കഴിഞ്ഞാൽ ആ ബസ്സിൽ തൊടാതെ വേണം കയറാൻ. ആ കമ്പികളൊന്നും പിടിക്കാനേ പറ്റത്തില്ല, മറ്റാൾക്കാരുടെ സപ്പോർട്ടിലാണ് നിന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ഈ വീട് AC, കാർ AC, ഓഫീസ് AC, അതുകൊണ്ട് ഒരു ശകലം പോലും ബുദ്ധിമുട്ടാൻ പറ്റത്തില്ല. അന്നൊക്കെ നമ്മുടെ കാലത്ത് ഞങ്ങൾ ഡൽഹി വന്നപ്പോൾ ഒരു ബാച്ചിലറുടെ കയ്യിലുണ്ടായിരുന്ന അസറ്റ് ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ചരുവം വലുതൊന്ന്, ചരുവം ഇടത്തരം ഒന്ന്, ചരുവം ചെറുത് 2, കുക്കർ 5 ലിറ്ററിൻ്റെ 1, ചീനിച്ചട്ടി 1, തവ 1, റൊട്ടിപ്പലക 1, റൊട്ടിത്തടി 1, നൂതൻ സ്റ്റൗ 1, മണ്ണെണ്ണക്കുപ്പി 1, മേശ 1, അവിടെയാണ് ആഹാരമൊക്കെ വെക്കുന്നത്, മടക്ക് കട്ടിൽ 1, ബെഡ്ഷീറ്റ് 2, ബെഡ് 1, റജായി 1, ടേബിൾ ഫാൻ. ചിലപ്പോൾ അത് കറങ്ങും, അത് കറങ്ങത്തില്ലായിരിക്കും. കാരണം സീലിംഗ് ഫാൻ ഇടാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ആസ്പെറ്റോസ് ഇട്ട റൂമായിരിക്കും, അവിടെ അത് ഫിറ്റ് ചെയ്യാൻ നടക്കത്തില്ല. സ്റ്റീൽ പ്ലേറ്റ് 4, പാലുപാത്രം 1, ടിഫിൻ ബോക്സ് സ്റ്റീൽ 2, ഹാൻഡ് ബാഗ്, ഈ ടിഫിൻ ബോക്സ് കൊണ്ടുപോകാനായിട്ടുള്ള ഹാൻഡ് ബാഗ്, വാച്ച് 1, മസാല ഭരണി 5, കൈച്ചിരവ 1, പിച്ചാത്തി 1, ബക്കറ്റ് 1, മഗ് 1, സോപ്പ് പെട്ടി 1, സൂട്ട് കേസ് 1, അരിപ്പ 1, അരിയും ആട്ടയും ഇട്ട് വെക്കുന്ന ഡിബ്ബ 2, ചായപാത്രം 1, സ്പൂൺ 5, തവി 3, ചട്ടുക 1. ഇത്രയും കാര്യങ്ങളാണ് നമുക്കന്നുണ്ടായിരുന്നത്. ഇപ്പം ഇത് വല്ലതും പറയാൻ സമ്മതിക്കും? അന്ന് ഓഫീസിൽ AC ഇല്ല. ഞങ്ങളൊക്കെ ഓഫീസിലായതുകൊണ്ട് കൂളറൊക്കെ ഉണ്ടെങ്കിലുണ്ട്, ഒരു പിയൂണ് വന്ന് രാവിലെ വെള്ളം ഒഴിച്ചാലും ആ വെള്ളം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതുമില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. ഈ കുട്ടികളൊന്നും അത് കണ്ടിട്ടില്ലല്ലോ. ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ ഇവരുടെ ചെറുപ്പകാലത്ത് കറണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്നു ഡൽഹിയിൽ. അന്നത്തെ കാര്യം വളരെ രസമാണ്. അത് വേറൊരു വീഡിയോയിൽ പറയാം. ബായ്.